ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്കിൽ ലെങ്ത് ഇതായിരുന്നു ഈ ടോപ്പിക്ക് നമ്മൾ നിർത്തി വെച്ച്. ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു നിങ്ങൾക്ക് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇതിന്റെ ലെങ്ത് ദാറ്റ് ഈസ് ടൈം എ ടു ടൈം ബി, ഇത്രയും ടൈമിന്റെ ഇടയിലുള്ള ആർക്ക് ലെങ്ത് സോറി ഈ കർവിന്റെ ഈ ആർക്കിന്റെ അല്ലെങ്കിൽ ഈ കർവിന്റെ ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഇതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ ചെയ്തു വെച്ചത്. ഇനി അടുത്ത ടോപ്പിക്ക് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി നമുക്ക് സ്പേസിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇവിടെ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതായിരിക്കും. ടി ഈക്വൽ ടു സം ടി നോട്ട് ആകുമ്പോൾ ഈ ഒരു ലെങ്ത് ഉണ്ടായിരിക്കും. ടി ഈക്വൽ ടു ടി വൺ ആകുമ്പോൾ ഈ ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ ആർക്കിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഇതിന്റെ ആർക്കിന്റെ ലെങ്ത്തിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത്തിനെ ദാറ്റ് ഈസ് ഇതിനെ ടി ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ ആണെങ്കിൽ ഈ ടി വാരി ചെയ്യുമ്പോൾ ആർക്കിന്റെ ലെങ്ത് വാരി ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ ഇത് വാരി ചെയ്യും. ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും ആർക്കിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് കർവിന്റെ ലെങ്ത്. ഇനി ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും കർവിന്റെ ലെങ്ത് വാരി ചെയ്തു. therefore ടി വാരി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എസ് വാരി ചെയ്യും. അപ്പൊ എസ് ആർക്ക് ലെങ്ത് ആണെങ്കിൽ ടി ടൈം ആണെങ്കിൽ ഇത് രണ്ടും ചെറിയൊരു റിലേഷൻ ഉണ്ട്. ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതും ഇൻക്രീസ് ചെയ്യും. therefore നമുക്ക് ടീനെ ഇൻ ടേംസ് ഓഫ് എസിലേക്ക് മാറ്റി എഴുതാം. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് വെച്ച് നിർത്തിയിട്ടുള്ള ടോപ്പിക്. therefore എന്താണ് ആ റിലേഷൻ? ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഏതാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ദാറ്റ് ഈസ് ടി നോട്ട്. അപ്പർ ലിമിറ്റ് എന്താണ്? എപ്പോഴും ടി ആണ്. കാരണം ടി വാരി ചെയ്യുമ്പോഴാണ് ടി ഫസ്റ്റ് ടി ഇതാവും, പിന്നെ ടി ഇതാവും, പിന്നെ ടി ഇതാവും. therefore ആ ഓരോ ടി വാരി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എസും വാരി ചെയ്യും. അപ്പൊ ലോവർ ലിമിറ്റ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടി നോട്ട്. അപ്പർ ലിമിറ്റ് എന്താണ്? എപ്പോഴും ടി ആണ് അല്ലെ? ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് യു ഇൻറ്റു ഡി. ഇതാണ് എസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ടിയുടെ ഒരു ഫംഗ്ഷൻ കിട്ടും. ദാറ്റ് ഈസ് സം ഫംഗ്ഷൻ ഓഫ് ടി എന്ന് കിട്ടും. കാരണം നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ ടി ആണ്. therefore അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ് ടിയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ എസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടി ഈക്വൽ ടു എന്ന് എഴുതാം. ആ ടി ഈക്വൽ ടു എഴുതി കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത്തിന്റെ പാരാമട്രൈസേഷനിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായി മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഞാൻ വീണ്ടും ഡെഫിനിഷൻ ഒന്നും കൂടി എഴുതാണ്. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി നോട്ട് ടു ടി നോം ആർ ഡാഷ് ഓഫ് യു ഇൻറ്റു ഡി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ find the arc length parameterization. Find the arc length parameterization of the circle x square plus y square equal to a square with counterclockwise direction. Clockwise direction. Orientation. ഇത്രേ തന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് വേണം? ഇതിന്റെ ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റണം. നമുക്കറിയാം പാരാമെട്രിക് ഇക്വേഷൻ ഒരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്കറിയാം. ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷനും അറിയാം. പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും അറിയാം. എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ എന്താണ്? വൈ ഈക്വൽ ടു എ സൈൻ ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് സൊല്യൂഷൻ എഴുതാം. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ടി വാരി ഫ്രം 0 to 2π അല്ലെ? 0 മുതൽ 2π വരെ വാരി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സർക്കിൾ ആവാം. ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇവിടെ ഇതാണ് ടി നോട്ട് അല്ലെ? നമുക്ക് എന്താ വേണ്ട? ടി നോട്ട് മാത്രം അറിഞ്ഞാൽ മതി.
അപ്പർ ലിമിറ്റ് ടി ആണ് അല്ലേ. therefore നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എടുത്തെഴുതുന്നതിന് തൊട്ട് മുന്നേ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആർ ഓഫ് യു എഴുതണം അല്ലേ. ദാറ്റ് ഈസ് ടീനെ ഇൻ ടേംസ് ഓഫ് യുയിലേക്ക് മാറ്റി എഴുതണം. എന്താണ് ആർ ഓഫ് യു, ഒന്നും ചെയ്യാനില്ല, ടി മാറ്റി യു എഴുതുക. ദാറ്റ് ഈസ് എ. എന്തിനാ ഈ മാറ്റി എഴുതിയത്, ഇവിടെ അപ്പർ ലിമിറ്റ് ടി വന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ യുയിലേക്ക് മാറ്റുന്നത്. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് യു ഡി യു ഇൻ ടേംസ് ഓഫ് യുയിലേക്ക് മാറ്റാൻ കാരണം അപ്പർ ലിമിറ്റ് ടി ആണ്. അപ്പൊ കംപ്ലീറ്റ് ഇവിടെ ടി എഴുതുമ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, യു കൊടുക്കും. ദാറ്റ് ഈസ് എ കോസ് യു ഐ പ്ലസ് എ സൈൻ യു ജെ എന്ന്. നമുക്ക് എന്താ വേണ്ടത്, ആർ ഡാഷ് ഓഫ് യു, അതിന്റെ നോം കണ്ടുപിടിക്കണം. എന്താണ് ആർ ഡാഷ് ഓഫ് യു, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് എ സൈൻ യു ഐ പ്ലസ് എ കോസ് യു ജെ. നമുക്ക് വേണ്ടത് നോം ആർ ഡാഷ് ഓഫ് യു ആണ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് എക്സ് ഓഫ് ടി ഐ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇത് നമ്മുടെ ആർ ഓഫ് ടി ആണെങ്കിൽ എന്താണ് നോം ആർ ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ ടു എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഇതിന്റെ ഐയുടെ ജെയുടെ കെയുടെ കമ്പോണൻസിന്റെ സ്ക്വയർ ആഡ് ചെയ്ത് റൂട്ട് എടുക്കും അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി സ്ക്വയർ പ്ലസ് സെഡ് ഓഫ് ടി സ്ക്വയർ. ഇതാണ് എന്ത് ആർ ഓഫ് ടിയുടെ നോം അല്ലേ. നമുക്ക് എന്താ വേണ്ടത്, ആർ ഡാഷ് ഓഫ് ടിയുടെ നോമാണ്. therefore I യുടെ കോഫിഷ്യന്റ് സ്ക്വയർ ചെയ്യും. ദാറ്റ് ഈസ് മൈനസ് എ സൈൻ യു ഹോൾ സ്ക്വയർ എന്ന് വരും, എ സ്ക്വയർ സൈൻ സ്ക്വയർ യു എന്ന് വരും. നെക്സ്റ്റ് എ കോസ് യു സ്ക്വയർ അല്ലേ പ്ലസ് ദാറ്റ് ഈസ് എ സ്ക്വയർ കോസ് സ്ക്വയർ യു എന്ന് വരും അല്ലേ. ദാറ്റ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ റിസൾട്ട്. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ യു പ്ലസ് കോസ് സ്ക്വയർ യു. എന്നാൽ സൈൻ സ്ക്വയർ യു പ്ലസ് കോസ് സ്ക്വയർ യു ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, റൂട്ട് എ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ദാറ്റ് ഈസ് നോം ആർ ഡാഷ് ഓഫ് യു ഈക്വൽ ടു എ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വേഷൻ ഇതായിരുന്നു, നമുക്ക് റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി അല്ലേ, ടി നോട്ട് 0 ആയിരുന്നു. നെക്സ്റ്റ് നോം ആർ ഡാഷ് ഓഫ് യു du, that is this equal to integral 0 to t. Next a into du അല്ലേ, that equal to എന്ത് വരും, a നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, പ്രത്യേകിച്ച് ഒരു ഉപകാരം അകത്ത് എഴുതിയിട്ട്, കാരണം ടിയുടെ ടേം ഇല്ല. ബാക്കി എന്താണ് ഇന്റഗ്രൽ 0 to t into du, that equal to t into അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ ടി സോറി യു വരും അല്ലേ, യു വരും. അപ്പൊ യു വന്നു കഴിഞ്ഞാൽ അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ 0 to t. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടി എഴുതിയിട്ട് അപ്പർ ലിമിറ്റും വീണ്ടും ടി ആണ്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യുയിലേക്ക് മാറ്റി എഴുതിയത്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ഉപയോഗം ഇതുകൊണ്ടില്ല. ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്നു, എ ഇൻറ്റു ടി മൈനസ് യു, ദാറ്റ്സ് ഈക്വൽ ടു എ ടി ആയി. അപ്പൊ എന്ത് വന്നു, എസ് ഈക്വൽ ടു എ ടി. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഒരു എ ടിയുടെ ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ടിയുടെ ഫംഗ്ഷനാണ്. ഇതിൽ നിന്ന് ടി ഈക്വൽ ടു എടുത്ത് എഴുതാം, ദാറ്റ് ഈസ് എസ് ഡിവൈഡഡ് ബൈ എ. കംപ്ലീറ്റ് ആൻസർ ആയി. ഇനി എന്താ വേണ്ടത്, നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ദാറ്റ് ഈസ് ആർ ഓഫ് ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ആർ ഓഫ് ടി എന്തായിരുന്നു, ദാറ്റ് ഈസ് സർക്കിളിന്റെ ആർ ഓഫ് ടി നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ടി വാരി ചെയ്യുന്നത് 0 മുതൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെ, അല്ലെങ്കിൽ 0 മുതൽ 2π വരെ. അപ്പൊ ഇവിടെ നമുക്ക് ടി ഈക്വൽ ടു കിട്ടി. therefore നമ്മൾ ഇതിനെ മാറ്റി എഴുതും ആർക്ക് ലെങ്ത്തിന്റെ, ദാറ്റ് ഈസ് എസ് ആണ് ആർക്ക് ലെങ്ത്. therefore നമ്മൾ ഈ ആർക്ക് ലെങ്ത്തിന്റെ ഫോമിൽ എഴുതും, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഓഫ് എസ് എന്ന് എഴുതാം അല്ലെ. ടീനെ ഇൻ ടേംസ് ഓഫ് എസ് എഴുതാം, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഓഫ് എസ്. ദിസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി, ടി എന്താണ് എസ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ഐ പ്ലസ് എ ഇൻറ്റു സൈൻ എസ് ഡിവൈഡഡ് ബൈ എ ജെ. പക്ഷെ ഇവിടെ ടിയുടെ ലിമിറ്റ് ആയിരുന്നു അല്ലെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എസ് ആണ് ഇവിടുത്തെ ടേം. therefore നമുക്ക് എസിന്റെ ലിമിറ്റ് ആണ് ഇനി എഴുതേണ്ടത്. അപ്പൊ ടി 0 ആണെങ്കിൽ എസ് എന്താണ്, ടി ഈക്വൽ ടു 0 ആണെങ്കിൽ എസ് എന്താണ്, എസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. ഇവിടെ നോക്കിയാൽ മതി, ഇതില് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എസ് എന്തായി, എസ് ഈക്വൽ ടു 0 ആയി. ടി ഈക്വൽ ടു 2π ആവുമ്പോഴോ, ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു 2πa എന്നായി. ദാറ്റ് ഈസ് ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ക്ലിയർ ആണോ, ക്ലിയർ ആണോ ഫാത്തിമ, ജിഷാന? ഓക്കെ, റിഫ? Yes sir. Okay, next question.
Parameterize the following curve in terms of arc length. Parameterize, reparameterize the following curve in terms of arc length. That is first question. R of t equal to t square by 2i plus t cube by 3k. That is 0 less than or equal to t less than or equal to 2. Second question, R of t equal to 2 cos ti plus 2 sin t is 0 less than or equal to t less than or equal to 2. Sorry, 2 pi. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് ക്വസ്റ്റ്യനും ഇൻ ടേംസ് ഓഫ് ടി ആണ് അല്ലേ, ആർ ഓഫ് ടി. അതിനെ ഇൻ ടേംസ് ഓഫ് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷനിലേക്ക് മാറ്റണം. നമുക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, എന്താണ് ആർ ഓഫ് ടി, അതുപോലെ തന്നെ ടിയുടെ ലിമിറ്റ്. എന്താണ് ആർ ഓഫ് ടി, ടിയുടെ ലിമിറ്റ്. രണ്ട് ക്വസ്റ്റ്യനിലും രണ്ട് ഡാറ്റയും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. തൊട്ട് മുന്നേ ഡയറക്റ്റ് തന്നില്ലായിരുന്നു, പക്ഷെ ഇവിടെ രണ്ടും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് സൊല്യൂഷൻ എഴുതാം. ദാറ്റ് ഈസ് ഫസ്റ്റ് എസ് ഈക്വൽ ടു ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കാം. എസ് ഈക്വൽ ടു ടി നോട്ട് ടു ടി അല്ലേ, നോം ആർ ഡാഷ് ഓഫ് യു ഇൻറ്റു ഡി. That is first നമുക്ക് in terms of u ലേക്ക് മാറ്റി എഴുതാം. R of u equal to u square by 2i plus u cube by 3k. ഇവിടെ j ഉണ്ട്, j യുടെ ടേം 0 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല അല്ലേ. ദാറ്റ് ഈസ് ഇനി നമുക്ക് വേണം എന്താണ്, r dash of u അറിയണം. ദാറ്റ് ഈസ് 2, ഇതിന്റെ ഡെറിവേറ്റീവ് 2u divided by 2i നെക്സ്റ്റ് പ്ലസ് 3u square divided by 3k അല്ലേ. 2 ക്യാൻസൽ ചെയ്യാം, 3 ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്തുണ്ട്, ദാറ്റ് ഈസ് ui പ്ലസ് u square k. കംപ്ലീറ്റ് ആയി. നമുക്ക് വേണ്ടത് ഇതിന്റെ നോം ആണ്. ദാറ്റ് ഈസ് r dash of u, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് u square plus u raised to 4 എന്ന് എഴുതും അല്ലേ. വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് രണ്ടിലും നമുക്ക് u square പുറത്തേക്ക് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് u square into 1 plus u square എന്ന് എഴുതാം. u square പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് u റൂട്ട് 1 plus u square എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ടി നോട്ട് മാത്രം പറഞ്ഞാൽ മതി അല്ലെ. ഒന്നാമത്തതിൽ ടി നോട്ട് എന്തായിരുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് 0. therefore this equal to ഇന്റഗ്രൽ 0 to, നിങ്ങൾ അറിയാതെ എക്സാമിന് എന്ത് ചെയ്യും, ഇന്റഗ്രൽ 0 to 2 എന്ന് എഴുതി വെക്കും. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് എപ്പോഴും ടി ആണ്. നമുക്ക് എന്താ ടി പോവാൻ പാടില്ല, ലാസ്റ്റ് ആൻസർ ടി വേണം. എസിനെ ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് മാറ്റി എഴുതാ ചെയ്യണത്. therefore അപ്പർ ലിമിറ്റ് എപ്പോഴും ടി ആവണം. ഓക്കെ, അറിയാതെ എഴുതി വെക്കരുത്. അപ്പർ ലിമിറ്റ് എപ്പോഴും ടി ആണ്, ലോവർ ലിമിറ്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് യു നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതായത് യു റൂട്ട് 1 പ്ലസ് യു സ്ക്വയർ ഡി. എങ്ങനെ വാലേറ്റ് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് വാലേറ്റ് ചെയ്യാം അല്ലെ. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഇന്റഗ്രേഷനിൽ ഇവിടെ നമുക്ക് സാധാരണ പ്രോഡക്റ്റ് ഉള്ളൂ ഒന്നുമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കാൻ പോണത് v ഈക്വൽ ടു 1 പ്ലസ് യു സ്ക്വയർ കൊടുക്കാൻ പോവാം. ഇതാണ് നമുക്ക് പ്രശ്നമായി വന്നിട്ടുള്ള ടേം. റൂട്ട് 1 പ്ലസ് യു സ്ക്വയർ ഒരു ടേമായി പ്രശ്നമായിട്ടായി മാറുന്നു. therefore ഇതിന്റെ 1 പ്ലസ് യു സ്ക്വയറിന് എന്ത് ചെയ്തു, ഞാൻ v എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി കംപ്ലീറ്റ് du-നെ dv എന്ന് മാറ്റണം, ലിമിറ്റ് നമുക്ക് മാറ്റണം, എല്ലാ ടേമും ഇൻ ടേംസ് ഓഫ് യിലേക്ക് മാറ്റി എഴുതണം അല്ലേ. therefore എന്താണ്, dv ഡിവൈഡഡ് ബൈ du ദാറ്റ്സ് ഈക്വൽ ടു 2u എന്ന് എഴുതാം അല്ലേ. ഫ്രം ദിസ് നമുക്ക് എന്താ വേണ്ടത്, du അറിയണം അല്ലേ. du-നെ ഇങ്ങോട്ട് എടുത്തു, 2u-നെ ഇങ്ങോട്ട് എടുത്തു. ദാറ്റ് ഈസ് du ഈക്വൽ ടു dv ഡിവൈഡഡ് ബൈ 2u. അപ്പൊ du നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്, ലിമിറ്റ് മാറ്റണം. ലിമിറ്റ്, യുടെ ലിമിറ്റ് എന്തായിരുന്നു, യുടെ ലിമിറ്റ് ഇങ്ങനെയായിരുന്നു. ദാറ്റ് ഈസ് യുടെ ലിമിറ്റ് 0 മുതൽ t ആയിരുന്നു. പക്ഷെ v എന്താ നമുക്കറിയാം അല്ലെ. ദാറ്റ് ഈസ് v. നമുക്ക് ഇനി എന്താ വേണ്ടത്, വിയുടെ ലിമിറ്റ് അറിയണം. വിയുടെ ലിമിറ്റ് അറിയാൻ വളരെ സിമ്പിൾ ആണ്. യുടെ ലിമിറ്റ് ഇവിടെ കൊടുക്കുക. ലോവർ ലിമിറ്റ് കിട്ടണമെങ്കിൽ യുടെ ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് 1 കിട്ടും. ഇനി അപ്പർ ലിമിറ്റ് കിട്ടണമെങ്കിലോ, ദാറ്റ് ഈസ് യുടെ അപ്പർ ലിമിറ്റ് ഇവിടെ കൊടുക്കുക. ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ പറയണേ. അറിയുന്നവരൊന്നും ക്ഷമിക്കുക. ദാറ്റ് ഈസ് 1 to 1 പ്ലസ് ടി സ്ക്വയർ വരും. അപ്പൊ u ഈക്വൽ ടു 0 to t ആയിരുന്നു. v നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. v ഈക്വൽ ടു 1 പ്ലസ് യു സ്ക്വയർ ആണ്. ഇതിന്റെ ലിമിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ ലിമിറ്റ് യുടെ ലിമിറ്റ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ അപ്പർ ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ വിയുടെ ലിമിറ്റ് കിട്ടി. കംപ്ലീറ്റ് ഇൻ ടേംസ് ഓഫ് യിലേക്ക് മാറ്റി എഴുതാം. therefore s ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം, ഇന്റഗ്രൽ ലിമിറ്റ് 0 to t എന്നുള്ളത് എന്തായി, ഇപ്പോ 1 പ്ലസ് ടി സ്ക്വയർ എന്നായി. നെക്സ്റ്റ് u അതുപോലെ തന്നെ എഴുതാം. ഈ റൂട്ടിന്റെ അകത്ത് എന്ത് വരും, 1 പ്ലസ് യു സ്ക്വയർ, അതിനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് v.
ഇനി du നമുക്കറിയാം, ദാറ്റ് ഈസ് dv ഡിവൈഡഡ് ബൈ 2u. ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ u അവിടെ തന്നെ എഴുതിയത്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/2 പുറത്തേക്ക് എഴുതാം. 1/2 ഇന്റഗ്രൽ 1 to 1 പ്ലസ് ടി സ്ക്വയർ റൂട്ട് വി ഇൻറ്റു ഡി വി അല്ലെ. ദാറ്റ് ഈക്വൽ ടു 1/2. നെക്സ്റ്റ് എന്താണ് റൂട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 പ്ലസ് ടി സ്ക്വയർ വി പവർ 1/2 എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് റൂട്ട് വി പറഞ്ഞു കഴിഞ്ഞാൽ വി പവർ 1/2. That is this equal to എന്താണ് v പവർ 1/2 ഇന്റഗ്രൽ, that is v പവർ 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1. that is upper limit lower limit സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 to 1 പ്ലസ് ടി സ്ക്വയർ 1/2 പുറത്ത് അതേപോലെ ഞാൻ എഴുതി. ഇനി ഡിനോമിനേറ്റർ ഉണ്ട്, that is 1/2 പ്ലസ് 1, that is 3/2 ആണ് അല്ലെ. that's equal to 1/2 v power 3/2 all divided by 3/2 upper limit lower limit 1 to 1 plus t square. that is this equal to ഇവിടെ ഡിനോമിനേറ്ററിലാണ് 3/2 വരുന്നത്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി, ഇവിടെ ഡിവൈഡഡ് ബൈ 3/2 വരും അല്ലെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുക 1/2 all divided by 3/2. 2 ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്താ വരിക 1/3 എന്ന് വരും അല്ലെ. therefore ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 1/3, ബാക്കി ഇവിടെ v പവർ 3/2 അപ്പർ ലിമിറ്റ് ലോൺ ടു 1 plus t സ്ക്വയർ. ഇതാണ് എസ്. ഓക്കെ, അപ്പൊ ഇനി അപ്പർ ലിമിറ്റ് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, അപ്പർ ലിമിറ്റ് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ 1/3 നെക്സ്റ്റ് 1 പ്ലസ് ടി സ്ക്വയർ ഓൾ പവർ 3/2 മൈനസ് 1 പവർ 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് കിട്ടിയത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഇനി എന്താ വേണ്ടത്, നമുക്ക് ടി ഈക്വൽ ടു എന്ന് എഴുതണം അല്ലെ. തൊട്ട് മുന്നത്തെ പോലെ ടി ഈക്വൽ ടു എഴുതണം. അപ്പൊ നമുക്ക് 1/1 ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യാം, ടി ഈക്വൽ ടു എടുത്ത് എഴുതാം. ഫസ്റ്റ് എന്താ അറിയണം, ഇതിനെ ഇങ്ങോട്ട് എടുക്കാം. ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായി, ദാറ്റ്സ് ഈക്വൽ ടു 3 is equal to 1 plus t square whole power 3/2 minus 1 ആയി. ഇനി നമ്മൾ ഇവിടുത്തെ ഈ കോംപ്ലിക്കേറ്റഡ് ഫോമിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പോവാ. ഇനി ഇതിനെ 1നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി, ദാറ്റ് ഈസ് 1 പ്ലസ് ടി സ്ക്വയർ ഓൾ പവർ 3/2 ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 3s plus 1 എന്നായി. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം, ഇവിടെ സ്ക്വയർ ഇവിടുത്തെ ഈ ടേം ഇവിടുത്തെ 3/2 പവർ 3/2 പോകണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിൽ നിന്ന് സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി, that is 1 plus t square all power 3/2 whole square. this equal to 3s plus 1 whole square വരും. ഇവിടെ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 plus t square all power 3/2 all power 1/2 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ into 2 വരും അല്ലെ. all power whole square പറഞ്ഞു ഇതിന്റെ ടേമിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. therefore ഇതും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ ഒരു ടേം എന്ത് വരും, 1 plus t square all cube വരും. ഇവിടെ that is 3s plus 1 whole square. ഇനി ഇവിടെ 1 plus t square വരെ നമുക്ക് t ആണ് വേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഈ കോംപ്ലിക്കേറ്റഡ് ടേം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പോവാം. therefore രണ്ട് സൈഡും എന്ത് ചെയ്യണം, 1/3 പവർ എടുക്കണം അല്ലെ, ക്യൂബ് റൂട്ട് എടുക്കണം. that is ഇവിടെയും 1/3 എടുക്കണം, ഇവിടെയും 1/3 എടുക്കണം. എടുക്കുമ്പോൾ എന്തായി 1 plus t square whole cube whole power 1/3. this equal to ഇവിടെ 1/3 എടുക്കുമ്പോൾ 3s plus 1 whole power 2/3 എന്ന് എഴുതേണ്ടി വരും അല്ലെ. ഇതും തൊട്ട് മുന്നത്തെ പോലെ ക്യാൻസൽ ചെയ്ത് പോകും. that is 1 plus എങ്ങനെ വന്നു, 1 plus t square equal to 3s plus 1 whole power 2/3 വന്നു. നമുക്ക് എന്ത് വേണ്ടത്, t ആണ് വേണ്ടത് അല്ലെ. അപ്പൊ 1നെ ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ t square equal to എന്തായി, 3s plus 1 whole power 2/3 minus 1 ആയി. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി, ടി ആയി. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 3s plus 1 whole power 2/3 minus 1 whole power അല്ലെ, സ്ക്വയർ റൂട്ട് ആണ് 1/2 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഇതാണ് ടി. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? Yes sir. ഓക്കെ, Sir all power 1/3 എടുത്തപ്പോ ഈക്വലിന്റെ അപ്പുറം എടുക്കണ്ടേ? എവിടെ 1 plus t square all raised to 3 all raised to 1/3 എടുത്തപ്പോ ഓൾ പവർ 1/3 ഞാൻ ഇവിടെയും എഴുതിണ്ടായിരുന്നു. അതാണ് ഇത് ആൾറെഡി ഞാൻ ഇവിടെ ചെയ്തല്ലോ. ഇവിടെ ഇങ്ങനെ ആയിരുന്നു, ശരിക്കും ഇവിടെ ഇങ്ങനെ ആയിരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 3 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു.
ഞാൻ ഇവിടെ ഓൾ പവർ 1/3 എടുത്തപ്പോൾ 3 ക്യാൻസൽ ചെയ്ത് ഇതായി. ഇവിടെ ഓൾ പവർ 1/3 എടുക്കുമ്പോൾ 2/3 എന്നായി. ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആർ ഓഫ് ടി ഞാൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. ആർ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള ഇങ്ങനെയായിരുന്നു, ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2i, ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2i പ്ലസ് ടി ക്യൂബ് ബൈ 3k 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരുന്നു അല്ലേ? അപ്പൊ ആർക്ക് ലെങ്ത് പാരാമീറ്റർ സെലക്ഷൻ മാറി കഴിഞ്ഞാൽ എന്താ ചെയ്യും? ദാറ്റ് വാസ് ആർ ഓഫ് ടി ഓഫ് എസ്. This equal to t ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. That is 3s plus 1 all power 2/3 minus 1 all power 1/2 all square. t ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അല്ലേ? all power all square എന്ന് വരും. വേണമെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? divided by 2i plus again 3s plus 1 all power 2/3 minus 1 all power 1/2 all cube. വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3 ഇങ്ങനെ എഴുതാം അല്ലേ? 3/2 divided by 3 നെക്സ്റ്റ് k. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ക്യാൻസൽ ചെയ്ത് ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാലും കറക്റ്റ് ആൻസർ. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇവിടെ ടിയുടെ ലിമിറ്റ് നമുക്ക് അറിയാമായിരുന്നു. എന്താണ് ടിയുടെ ലിമിറ്റ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ടി ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് എസിന്റെ ലിമിറ്റ് എഴുതണം. എങ്ങനെ എസിന്റെ ലിമിറ്റ് എഴുതാം? ദാറ്റ് ഈസ് നമുക്കറിയാം എസ് ഈക്വൽ ടു നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ തൊട്ട് മുന്നത്തെ ആ ടേമിനെ എഴുതാൻ പോവാം. എസ് ഈക്വൽ ടു എവിടെ നമുക്ക് കിട്ടിയ? എസ് ഈക്വൽ ടു ഇതാ നമുക്ക് കിട്ടിയ എസ് ഈക്വൽ ടു ഇത്രയും ഉണ്ടെന്ന്. എസ് ഈക്വൽ ടു ഇത്രയും ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എസിന്റെ ലിമിറ്റ് എഴുതാം. കാരണം ടിയുടെ ലിമിറ്റ് എവിടെയായിരുന്നു? ടി 0 മുതൽ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നേ ക്വസ്റ്റ്യനിൽ ടി 0 ദാറ്റ് ഈസ് ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. അപ്പൊ ഇനി എസിന്റെ ലിമിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എസിന് ഫസ്റ്റ് ടിക്ക് 0 കൊടുക്കുക. അപ്പൊ എസിന്റെ ലോ ലിമിറ്റ് കിട്ടും. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ടിക്ക് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് if t equal to 0, that is s equal to 1/3. next ഇവിടെ 1 plus t square all power 3/2 minus 1 ഇങ്ങനെ വരും അല്ലേ? that is equal to ഇവിടെ 1 വരും, 1 minus 1 0 വരും, 0 into 1/3 that is equal to 0 വരും. അപ്പൊ s ന്റെ ലോ ലിമിറ്റ് 0 ആണ്. ഇനി അപ്പർ ലിമിറ്റ് കിട്ടണമെങ്കിലോ t ക്ക് 2 കൊടുത്താൽ മതി അല്ലേ? therefore നമുക്ക് ഇങ്ങനെ എഴുതാം if t equal to 2, therefore s equal to 1/3 1 plus 4 അല്ലേ? 2 that is 1 plus 4 all power 3/2 minus 1 ഇങ്ങനെ എഴുതാം. that's equal to 1/3 5 power 3/2 minus 1 ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്കറിയാം എസിന്റെ ലിമിറ്റ് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 5 പവർ 3/2 മൈനസ് 1 ഡിവൈഡ് ബൈ 3. സോറി 3 എഴുതേണ്ട ആവശ്യമില്ല, 1/3 എഴുതിയിട്ടുണ്ട്. ഇത് ഇതിന്റെ കൂടെ ഇവിടെ ഞാൻ അടുത്തടുത്തല്ലാത്തതുകൊണ്ടാണ് അവിടെ എഴുതിയത്. therefore ഇത്രയും എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എസ് ടി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എസിന്റെ ലിമിറ്റ് എടുത്ത് എഴുതണം. ഓക്കെ, ഇതിന്റെ താഴെ എസിന്റെ ലിമിറ്റും കൂടി എടുത്ത് എഴുതണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മേഹ ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos t i plus 2 sin t j 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi ആയിരുന്നു. പെട്ടെന്ന് ചെയ്യാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? റീ പാരാമീറ്ററൈസേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത് പാരാമീറ്ററിലേക്ക് മാറ്റി എഴുതണം. ദാറ്റ് ഈസ് എസ് എന്ന പാരാമീറ്ററിലേക്ക് മാറ്റി എഴുതണം. എന്താണ് റിലേഷൻ? എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി നോട്ട് ടു ടി r dash of u, that is norm r dash of u into du അല്ലേ? എന്താണ് r of u equal to 2 cos u i plus 2 sin u j. എന്താണ് r dash of u? that's equal to minus 2 sin u i plus 2 cos u j. എന്താണ് norm r dash of u? that is equal to root of 2 square sin square u, that is 4 sin square u plus 4
cos square u എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ റിസൾട്ട് ദാറ്റ് ഈസ് sin square u plus cos square u എന്ന് എഴുതാം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു √4 ദാറ്റ്സ് ഈക്വൽ ടു 2 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി അല്ലേ. therefore സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ s ഈക്വൽ ടു ഇന്റഗ്രൽ t നോട്ട് എന്താണ് 0 അല്ലേ. t naught to t, that is 0 to t, next 2 into du, very simple form, that's equal to എന്ത് വരും ഇന്റഗ്രൽ 2 പുറത്തേക്ക് എടുക്കാം ഇന്റഗ്രൽ 0 to t du, that is u എന്ന് വരും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ 0 to t എന്ന് വരും, that is this equal to 2t എന്ന് വരും, that is this equal to s by 2 sorry t equal to s equal to 2t എന്ന് കിട്ടി. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണേ. that is s equal to 2t എന്ന് കിട്ടി. that implies t equal to s by 2 എന്ന് കിട്ടി. t equal to s by 2 എന്ന് കിട്ടി. തൊട്ട് മുന്നത്തെ അതേപോലെ നമുക്ക് ഇതിനെ മാറ്റി എഴുതണം. that is r of t equal to എന്തായിരുന്നു r of t equal to 2 cos t I plus 2 sin t j 0 less than or equal to t less than or equal to 2 pi ആയിരുന്നു. അവിടെ ടിയുടെ സ്ഥാനത്ത് s by 2 കൊടുക്കണം. that is r of t of s, this equal to 2 cos s by 2 I plus 2 sin s by 2 j. മാത്രം പോരാ ടിയുടെ ലിമിറ്റ് ഇവിടെ ഇൻ ടേംസ് ഓഫ് എസിന്റെ ലിമിറ്റേക്ക് മാറ്റി എഴുതണം. എന്തായാലും s equal to 2t ആയിരുന്നു. therefore tക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ s എന്ത് വരും, that is s 0 വരും. ഇനി tക്ക് 2 pi കൊടുത്തു കഴിഞ്ഞാലോ that's equal to 4 pi വരും. therefore s ന്റെ ലിമിറ്റ് എന്താണ് 0 less than or equal to s less than or equal to 4 pi. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഓഫ് ദി ഹെലിക്സ്. ഫൈൻഡ് ആർക്ക് ലെങ്ത് ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഞാൻ ട്രിപ്പിൾ സ്റ്റാർ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. that is find arc length parameterization of the helix. arc length parameterization of the helix, r of t equal to cos t I plus sin t j plus t k, that has a reference point that has a reference point r of 0 equal to 1 0 0. okay, എന്തിനാ തന്നുള്ളത് റെഫറൻസ് പോയിന്റ്? എന്തിനാ തന്നുള്ളത്? നമുക്ക് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷനിലേക്ക് മാറ്റണമെങ്കിൽ ആകെ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് r of t എന്താ തരണം, അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടിയുടെ ലിമിറ്റ് തരണം അല്ലേ. ആ ടിയുടെ ലിമിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ r of t തന്നിട്ടുണ്ട്, cos t I plus sin t j plus t ക്ക്, അതുപോലെ തന്നെ റെഫറൻസ് പോയിന്റും തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് r of 0. ദാറ്റ് ഈസ് r of 0. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും x എന്താണ്, x ഈക്വൽ ടു cos t ആണ് അല്ലേ, y ഈക്വൽ ടു sin t ആണ്, z is equal to എന്താണ് t ആണ് അല്ലേ. എവിടെ സ്റ്റാർട്ട് ചെയ്യണത്? ദാറ്റ് ഈസ് 1 0 0 എന്ന പോയിന്റ്. കാരണം ടി കൊടുക്കുമ്പോൾ നമുക്ക് പോയിന്റ് എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് 1 0 0 ആണ്. അപ്പൊ ടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? z is equal to t ആണല്ലോ, t equal to 0 ആണ് അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 എന്ന് കിട്ടി. അപ്പൊ രണ്ട് കാര്യങ്ങളും കിട്ടി. ഒന്ന് r of t കിട്ടി, രണ്ടാമത്തെ t നോട്ടും കിട്ടി. ദാറ്റ് ഈക്വൽ ടു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് s equal to integral t naught to t, next norm r dash of u into du. എന്താണ് r of u equal to cos u I plus sin u j plus u k. നമുക്ക് വേണ്ടത് r dash of u ആണ്. that is r dash of u equal to എന്ത് വരും? minus sin u I plus cos u j plus k എന്ന് വരും അല്ലേ. നമുക്ക് വേണ്ടത് എന്താണ്? norm r dash of u ആണ്. that is this equal to root of ഇവിടെ എന്ത് വരും? sin square u plus cos square u plus 1 square, that is 1. that is sin square u plus cos square u, that's equal to root 1 plus 1, that's equal to root 2 എന്ന് കിട്ടി. സിമ്പിൾ. കോൺസ്റ്റന്റ് വന്നുകയാണെങ്കിൽ ഇന്റഗ്രേറ്റ് വളരെ സിമ്പിൾ ആണ്.
Therefore, this equal to integral 0 to t next root 2 into du. Root 2 നെ നമുക്ക് എന്ത് ചെയ്യാം outside എടുക്കാം. That is root 2 into integral 0 to t into du. That is this equal to root 2 into next u വരും. Upper limit lower limit substitute ചെയ്ത് കഴിഞ്ഞാൽ t എന്ന് വരും. That equal to root 2t. That is s. That implies t equal to s divided by root 2. അല്ലേ? Therefore നമുക്ക് complete answer complete direct എഴുതാം. That is r of t of s. This equal to എങ്ങനെ എടുത്ത് എഴുതാം? Cos cos s divided by root 2i plus I into I അല്ല sin t that is s divided by root 2j next t that is s divided by root 2k. ഇതാണ് പാരാമീറ്ററൈസേഷൻ, ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ. ഇത് മാത്രം പോരാ, നമുക്ക് എന്താ അറിയണം? ദാറ്റ് ഈസ് ഇതിന്റെ ലിമിറ്റും കൂടി അറിയണം. ഇവിടെ 0 ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണേ. ടി ഈക്വൽ ടു ഹെലിക്സ് 1 ടേൺ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ ഹെലിക്സ് 0 മുതൽ 0 ടു ഇൻഫിനിറ്റി വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് ഈക്വൽ ടു റൂട്ട് 2t ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ, r of 0 മാത്രമേ തന്നിട്ടുള്ളൂ. Therefore സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? 0 ആണ്. Therefore t ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ s നും 0 ആണ്. Therefore നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? s greater than or equal to 0 എന്ന് എഴുതാം. ടെക്സ്റ്റ് ബുക്ക് ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണോ ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ടിയുടെ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. ആരുടെയെങ്കിലും ഉണ്ടോ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ? ടിയുടെ ലിമിറ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ ക്വസ്റ്റ്യനില്? അഥവാ പറയുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസറിൽ എസിന്റെ ലിമിറ്റ് എന്താ? എസ് എന്താ പറഞ്ഞിട്ടുള്ളത്? എസ് 0 to t വരെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടില്ല. t increases from 0. അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ അപ്പർ ലിമിറ്റ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോവർ ലിമിറ്റ് അറിയാം. ദാറ്റ് ഈസ് r of 0 ആണ് എന്ത് റെഫറൻസ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. Therefore സ്റ്റാർട്ട് ചെയ്യണത് 0 ആണ്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? s greater than or equal to 0 എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? Clear, sir. ഓക്കെ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൂടാ, കുറെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഏതൊക്കെ ബാച്ചിന് ഏതൊക്കെ ടേം പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞൂടാ. എന്നിരുന്നാലും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഒരു വെക്റ്റർ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു പാത്ത് r of t ഇതാണെങ്കിൽ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ഇതാണെങ്കിൽ അതിന് വെലോസിറ്റി ഉണ്ട്, സ്പീഡ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. Therefore നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി അറിയാം. ദാറ്റ് ഈസ് ds ചേഞ്ച് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ദാറ്റ് ഈസ് r of t നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു t ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ r dash of t ആണ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഇത് പൊസിഷൻ വെക്ടർ ആണ്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ r of t എങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് അതാണ് വെലോസിറ്റി. ഓക്കെ, ഇതിനെ വെലോസിറ്റി വെക്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്. വെലോസിറ്റി വെക്ടർ. ഇനി വെലോസിറ്റി ഉള്ള ഒരു പാർട്ടിക്കിൾ എന്തായാലും റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട് അല്ലേ? അതാണ് ആക്സിലറേഷൻ. വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സിലറേഷൻ. Therefore ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? v dash of t ആണ് അല്ലേ? അഥവാ r double dash of t. നമ്മൾ സാധാരണ a of t എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ സ്പീഡ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് സ്പീഡ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t. ഇതാണ് എന്ത്? സ്പീഡ്. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ r of t കിട്ടിയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു r dash of t. അപ്പോൾ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് v of t എന്നാ ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെലോസിറ്റി v of t ഈക്വൽ ടു r dash of t. അതുപോലെ തന്നെ ആക്സിലറേഷൻ a of t ഈക്വൽ ടു v dash of t. v dash of t പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പൊ ഇവിടെ ഡബിൾ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് r double dash of t. അതുപോലെ തന്നെ സ്പീഡ് ഈക്വൽ ടു ദാറ്റ് ഈസ് നോ v of t. ഞാൻ ചെയ്തിട്ടുണ്ടോ ഇതിലെ പ്രോബ്ലംസ്? ചെയ്തിട്ടുണ്ടോ? പ്രോബ്ലംസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്ക് പോവാം. പ്രോബ്ലംസ് സിമ്പിളായും ചോദിക്കാം, അതുപോലെ തന്നെ കുറച്ച് കൺസെപ്റ്റ് ലെവലും ചോദിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Position vector of a particle in a space. Position vector of a particle in space at a time t is r of t equal to t plus 1i
plus t square minus 1j plus 2tk. First question ഇതാണ്, find particle velocity and acceleration vector. That is find velocity vector, that is v of t and a of t. സിമ്പിൾ ആയിട്ട് എഴുതാൻ പോവാം. Second question ഇതാണ്, find particle speed and direction of motion. Find particle speed and direction of motion. മൂന്നാമത്തെ find angle between the velocity vector and acceleration vector a of t. മൂന്ന് ക്വസ്റ്റ്യൻ, മൂന്ന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ആക്സിലറേറ്റർ വെക്ടർ കണ്ടുപിടിക്കണം അല്ലെ, പെട്ടെന്ന് എഴുതാം. ദാറ്റ് ഈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് 1i പ്ലസ് ടി സ്ക്വയർ മൈനസ് 1j പ്ലസ് 2tk. Therefore velocity vector v of t equal to ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ എന്ത് വരും? ദാറ്റ് ഈസ് i പ്ലസ് 2tj പ്ലസ് 2k. രണ്ടാമത്തെ ആക്സിലറേറ്റർ വെക്ടർ, ദാറ്റ് ഈസ് a of t equal to 0i plus 2j plus 0k. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫൈൻഡ് പാർട്ടിക്കിൾ സ്പീഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പാർട്ടിക്കിൾ സ്പീഡ്? ദാറ്റ് ഈസ് സ്പീഡ് ഈക്വൽ ടു v of t കണ്ടുപിടിച്ചിട്ട് അതിന്റെ നോം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സ്പീഡ് ഈക്വൽ ടു നോം v of t. നോം v of t നമുക്കറിയാം, അതിന്റെ നോം എന്തറിയാം? ദാറ്റ് ഈസ് 1 സ്ക്വയർ അല്ലെ, ഐയുടെ കോഫിഷ്യന്റ് 1 സ്ക്വയർ പ്ലസ് ജെയുടെ കോഫിഷ്യന്റ് 2t ഹോൾ സ്ക്വയർ പ്ലസ് കെയുടെ കോഫിഷ്യന്റ് ദാറ്റ് ഈസ് 2 സ്ക്വയർ. ദാറ്റ് ഈക്വൽ ടു ഫൈനൽ ആൻസർ എന്ത് വരും? ദാറ്റ് ഈസ് റൂട്ട് 1 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 4 എന്ന് വരും അല്ലെ. ദാറ്റ് ഈക്വൽ ടു റൂട്ട് 5 പ്ലസ് 4t സ്ക്വയർ. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി മോഷൻ അല്ലെ. ഡയറക്ഷൻ ഓഫ് ദി മോഷൻ എന്നാൽ ഡയറക്ഷൻ ഓഫ് ദി മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ ഇതാണ് അല്ലെ. ദാറ്റ് ഈസ് ഇവിടെയാണെങ്കിലോ ഇതാണ്, ഇവിടെയാണെങ്കിലോ ഇതാണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ? ദാറ്റ് ഈസ് ഇത് ആർ ഓഫ് ടി, നിങ്ങൾക്ക് തന്നിട്ടുള്ള വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റിലുള്ള ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതെന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു? ആർ ഡാഷ് ഓഫ് ടി. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റ് വെക്ടർ കിട്ടും. അതിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടെത്തി കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ കിട്ടും. അപ്പോൾ യൂണിറ്റ് ടാൻജന്റ്, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് മോഷൻ ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി, ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ. എന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ എഴുതി മതി. Therefore direction of motion equal to എങ്ങനെ എഴുതാം? ആർ ഡാഷ് ഓഫ് ടി അല്ലെ, ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ടാൻജന്റ്, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ടി ഈക്വൽ ടു നമ്മൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ ഈ ഡയറക്ഷൻ, ടി വാരി ചെയ്ത് കഴിഞ്ഞാലോ ഇവിടുത്തെ ടി ആണെങ്കിലോ ഈ ഡയറക്ഷൻ, ഇവിടുത്തെ ടി ആണെങ്കിലോ ഈ ഡയറക്ഷൻ, ഇവിടുത്തെ ടി ആണെങ്കിലോ ഈ ഡയറക്ഷൻ. അപ്പോൾ ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനറലാ ചോദിച്ചിട്ടത്. അപ്പോൾ ഇവിടെ ടി ഒന്നും കൊടുത്ത് തന്നിട്ടില്ല. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് ദി മോഷൻ അറ്റ് ടൈം ഈക്വൽ ടു 3. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും? ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് ടിക്ക് എന്ത് ചെയ്യും? ആ ടൈം കൊടുക്കും. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? Clear, sir. That is v of t നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് i പ്ലസ് ആർ ഡാഷ് ഓഫ് ടി ആണ് v of t. അപ്പൊ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്, കാരണം സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് രണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ i പ്ലസ് 2tj plus 2k divided by norm r dash of t, അതാണ് സ്പീഡ്. അത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു, റൂട്ട് 5 plus 4t square. ഇവിടെ അറ്റ് ടൈം ഒന്നും പറഞ്ഞിട്ടില്ല, ജനറൽ ഇത് എഴുതാനാണ് പറഞ്ഞത്. therefore നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഡയറക്ഷൻ i ഡിവൈഡഡ് ബൈ റൂട്ട് 5 plus 4t square plus 2t divided by റൂട്ട് 5 plus 4t square j plus 2 divided by റൂട്ട് 5 plus 4t square k. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ആംഗിൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റി വെക്ടർ ആൻഡ് ആക്സിലറേഷൻ വെക്ടർ. രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എ ഡോട്ട് ബി, എ എന്നൊരു വെക്ടർ, അതുപോലെ തന്നെ ബി എന്നൊരു വെക്ടർ. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ? മോഡ് എ ഇൻറ്റു മോഡ് ബി കോസ് തീറ്റ. ഇവിടെ എയും ബിയും രണ്ട് വെക്ടർ ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ് അല്ലേ? എന്താണ് കോസ് തീറ്റ? കോസ് തീറ്റ ഈക്വൽ ടു ഇതിനെ രണ്ടിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ദാറ്റ് ഈസ് എ മോഡ് എ ഡോട്ട് മോഡ് ബി ഡിവൈഡഡ് ബൈ എ ഡോട്ട് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. നമുക്ക് ആംഗിളാ ചോദിച്ചിട്ടുള്ളത് അല്ലേ? therefore നമുക്ക് എന്ത് ചെയ്താം? തീറ്റ ഈക്വൽ ടു cos inverse of this, that is mod a dot b divided by mod a mod b. നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് ആണ്. therefore നമുക്ക് ഇവിടെ a കിട്ടിയിട്ടുണ്ട് അല്ലേ? r of t കിട്ടിയിട്ടുണ്ട്, അതിലെ a കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതാം. ഇനി ഇവിടെ നോക്കിയിട്ട് എഴുതാം, കാരണം ഇവിടെ നമ്മൾ ആൻസർ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതാണ് വെലോസിറ്റി വെക്ടർ, ഇതാണ് ആക്സിലറേഷൻ വെക്ടർ. therefore നമുക്ക് തൊട്ട് മുന്നത്തെ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ആദ്യം അറിയേണ്ടതാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അറിയണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷനും എഴുതണം. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഈസ് മോഡ് എ മോഡ് വി ഓഫ് ടി, മോഡ് വി ഓഫ് ടി ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റൂട്ട് 5 പ്ലസ് 4t സ്ക്വയർ. ഇനി നോം എ ഓഫ് ടി ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 2 കിട്ടി അല്ലേ? ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ ഡോട്ട് ബി. എന്താണ് എ ഡോട്ട് ബി? ഇതിന്റെ രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ത് വരും? ദാറ്റ് ഈസ് വി ഓഫ് ടി ഡോട്ട് എ ഓഫ് ടി എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 1 into 0 പ്ലസ് 2t into 2 plus 2 into 0 that's equal to 4t എന്ന് വരും അല്ലേ? therefore theta equal to cos inverse of എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് that is 4t divided by next ഇതിന്റെ രണ്ടിന്റെയും നോം അല്ലേ? that's equal to root 5 plus 4t square into 2. ഓക്കെ, നമുക്ക് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നില്ല തോന്നുന്നു. അറ്റ് ടി ഈക്വൽ ടു 1 ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട് അല്ലേ? ടി ഈക്വൽ ടു 1 ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ടൈമും കൂടി തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും, ടൈമും കൂടി തന്നിട്ടുണ്ട്. ടൈം തന്നില്ലെങ്കിലോ ഇവിടെ വെച്ച് നിർത്തായിരുന്നു അല്ലേ? അപ്പൊ അറ്റ് ടൈം ടി ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. therefore തീറ്റ ഈക്വൽ ടു എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് 4 divided by ഇവിടെ നിന്ന് വരും 5 plus 1 that is 9 that is root 9 that's equal to 3 into 2. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടൊന്ന് ക്യാൻസൽ ചെയ്യാം. that is ഇവിടെ 2 എന്ന് എഴുതി. that is cos inverse 2 by 3 എന്ന്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആൻസർ കറക്റ്റ് ആണെന്ന് പെട്ടെന്ന് നോക്കി. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗിൾ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. suppose t square I plus t cube minus 2t j plus t square minus 5tk is the position vector of a moving particle at what point does the particle passes through the xy plane. What are the first question ഇത്. അടുത്തത് what are the velocity and acceleration a of t at in that point. സ്പേസിലുള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ദാറ്റ് ഈസ് സ്പേസ് എടുത്തു, ഒരു പാർട്ടിക്കിൾ ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാം. അപ്പോൾ ടി സ്ക്വയർ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഇതിന്റെ ഇക്വേഷൻ ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് മൈനസ് 2t j നെക്സ്റ്റ് പ്ലസ് ടി സ്ക്വയർ മൈനസ് 5tk. ഇനി അത് എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
that is the position vector of ഏത് പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യുക ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സപ്പോസ് ദാറ്റ് ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് മൈനസ് 2tj പ്ലസ് ടി സ്ക്വയർ മൈനസ് 5tk ഇസ് ദി പൊസിഷൻ വെക്ടർ ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ. ഒരു മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിന്റെ പാത്ത് തന്നിട്ടുണ്ട്. അറ്റ് വാട്ട് പോയിന്റ് ഡസ് ദി പാർട്ടിക്കിൾ പാസസ് ത്രൂ ദി XY പ്ലെയിൻ. XY പ്ലെയിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് XY പ്ലെയിൻ അല്ലെ, താഴെ കിടക്കുന്നത് ഇത് X കോർഡിനേറ്റ്, ഇത് Y കോർഡിനേറ്റ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഈ XY പ്ലെയിനിലൂടെ താഴോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റിലൂടെയാണ് ഈ പാർട്ടിക്കിൾ താഴേക്ക് പോകുന്നത്? ഇത് XY പ്ലെയിനിലെ ഒരു പോയിന്റ് അല്ലെ, 3 ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ XYZ ഉണ്ടായിരിക്കും. ഈ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ജിഷാന ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അശ്വിൻ അതുല്യ ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള ഒരു പാർട്ടിക്കിളിന്റെ പാത്താണ്. അത് ഏതോ ഒരു ടൈമിൽ എന്ത് ചെയ്തു, XY പ്ലെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോഴുള്ള വെലോസിറ്റിയും ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടൈം ഏതാ കിട്ടിക്കഴിഞ്ഞാൽ R നമുക്കറിയാം. R യിൽ X ഈക്വൽ ടു എന്താണ്, ടി സ്ക്വയർ. Y ഈക്വൽ ടു എന്താണ്, ടി ക്യൂബ് മൈനസ് 2t ആണ്. Z ഈക്വൽ ടു എന്താണ്, ടി സ്ക്വയർ മൈനസ് 5t ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇവിടെ Xും Yയും Z കിട്ടും. പക്ഷേ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം Z എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഈ XY പ്ലെയിനിൽ Z കോർഡിനേറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, Z ഈക്വൽ ടു 0 ആണ്. therefore നമുക്ക് എന്ത് ചെയ്യാം, ടി സ്ക്വയർ മൈനസ് 5t ഈക്വൽ ടു 0 എന്ന് എഴുതാം. that is t into t minus 5 equal to 0 എഴുതാം. അപ്പൊ t equal to 0 കിട്ടും. രണ്ട് ടേമിന്റെ പ്രൊഡക്റ്റ് 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്നുകിൽ t0 അല്ലെങ്കിൽ t equal to 5. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ, തുടങ്ങുന്നതും XY പ്ലെയിനിൽ നിന്നാണ്, പിന്നെ പാസ് ചെയ്ത് ടൈം 5 ആവുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഇതിലൂടെ ക്രോസ് ചെയ്ത് പോകും. അപ്പൊ നമ്മളോട് ചോദിച്ചുള്ളത് തുടങ്ങുമ്പോഴല്ല, ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോയിന്റ് ആണ് എന്ത് ചെയ്യുക, ഇത് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് ക്രോസ് ചെയ്യുന്നത്, ടൈം 5 ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുന്നത്. therefore ഈ പോയിന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുന്നത്, 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. therefore ആ പോയിന്റ് X കിട്ടണമെങ്കിൽ ടൈം ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. that is X എന്ത് കിട്ടി, 25. Y എന്ത് കിട്ടി, that is 5 ക്യൂബ്, that is 125 മൈനസ് 10 എന്ന് കിട്ടും. that's equal to 115. Z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇല്ലെങ്കിൽ 0 ആണ് കിട്ടുക. കാരണം എന്താ, ഈ ഒരു പോയിന്റ് 0 ആണ്. that is അതിൽ നിന്നാണ് നമ്മൾ t കണ്ടുപിടിച്ചത് തന്നെ. therefore Z is equal to 0 കിട്ടി. അപ്പൊ ഏതാ ഈ ഒരു പോയിന്റ്, that is 25 1100. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ ടൈമിൽ ഇവിടെ ടച്ച് ചെയ്ത് പോകുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ, t ഈക്വൽ ടു 5 ആവുമ്പോഴാണ് ഇവിടെ ടച്ച് ചെയ്യുന്നത്, നമ്മൾ കണ്ടുപിടിച്ചു. t ഈക്വൽ ടു 5 ആവുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. that is a of t r of t നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. that is വെലോസിറ്റി എന്താണ്, വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 5 എങ്ങനെ വരും, that is v of t കണ്ടുപിടിക്കണം. v of t എന്താണ്, നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, r of t തന്നിട്ടുണ്ടായിരുന്നു. r of t ഈക്വൽ ടു ഞാൻ മായ്ച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. that is r of t ഇതാ അല്ലേ. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് t ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. that is ഡെറിവേറ്റീവ് എന്ത് വരും, that is 2ti plus next 3t square minus 2j next plus 2t minus 5k at t equal to 5 അല്ലേ. t equal to 5 ആവുമ്പോൾ എന്ത് വരും, that is 2 into 5 that is 10i plus next 3 into 5 that is 75 minus 2j. എവിടെയെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യണേ. that is 10 minus 5 next a that's equal to 10i plus 73j plus 5k. ഇതാണ് വെലോസിറ്റി. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, വീണ്ടും ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യണം. that is a of t equal to എന്ത് വരും, that is 2i plus 6 tj next plus 2k.
അല്ലേ? നമുക്ക് വേണ്ടത് അറ്റ് ടി ഈക്വൽ ടു 5 therefore എന്ത് വരും? ദാറ്റ് ഈസ് ദിറ്റ് ഇംപ്ലൈസ് എ ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 5 ദാറ്റ് ഈസ് 2i പ്ലസ് ഇവിടെ 13j പ്ലസ് 2k എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. എ പേഴ്സൺ ഓൺ ഹാങ് ഗ്ലൈഡിന് ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ഇതാണ്. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനെ തോന്നുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു 3 cos ti പ്ലസ് 3 sin tj പ്ലസ് t സ്ക്വയർ k എന്ന് തന്നിട്ടുണ്ട്. ടിയുടെ ലിമിറ്റും തന്നിട്ടുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4π എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സിമ്പിൾ ആണ്. എന്താ വെലോസിറ്റി? ദാറ്റ് ഈസ് വി ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് ചെയ്യുക, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഞാൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്യുമല്ലോ? ഓക്കെ, രണ്ടാമത്തെ സ്പീഡ് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് സ്പീഡ്? ദാറ്റ് ഈസ് വി ഓഫ് ടി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോം വി ഓഫ് ടി ആണ്. ഇതും നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത് ഞാൻ എഴുതാം. മൂന്നാമത്തെ വളരെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ ചെയ്യണമെങ്കിൽ ആൾറെഡി ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, എന്തിരുന്നാലും ഞാൻ ചെയ്യാം. the time നമുക്ക് കണ്ടുപിടിക്കേണ്ടത് the time if any when the glider acceleration is orthogonal to its velocity. that is acceleration velocity-നോട് എപ്പോഴാണ് ഓർത്തോഗണൽ ആയിട്ട് വരിക? എപ്പോഴാണ് രണ്ട് വെക്റ്റർ ഓർത്തോഗണൽ എന്ന് പറയാം? എ ഡോട്ട് ബി ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ആ രണ്ട് വെക്റ്റർ എപ്പോഴും ഓർത്തോഗണലാണ്. കാരണം എ ഡോട്ട് ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആണ്. ഇതൊരിക്കലും 0 വരില്ല, ഇതൊരിക്കലും 0 വരില്ല അല്ലെ? മോഡ് എ ലെങ്ത്, ഒരു വെക്ടറിന്റെ ലെങ്ത് 0 വരിക പറഞ്ഞ എന്താ? ഒന്നെങ്കിൽ എന്താ വെക്ടർ 0 ആയിരിക്കണം. അപ്പോൾ ആക്സിലറേഷനും വെലോസിറ്റിയും 0 വരില്ല. 0 അല്ലാത്ത എപ്പോഴാണ് നമ്മൾ ആക്സിലറേഷൻ 0 വെക്ടർ എടുക്കുമോ? 0 വെക്ടർ അതേപോലെ വി ഓഫ് ടി ഇത് രണ്ടും നോൺ 0 ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ അതും നോൺ 0 ആണ്. അപ്പൊ എ ഡോട്ട് ബി 0 വരിക പറഞ്ഞ എന്താ? പിന്നീട് കോസ് തീറ്റ ഈക്വൽ ടു 0 വരും. തീറ്റ 0 എപ്പോഴാണ് വരിക? കോസ് തീറ്റ എപ്പോഴാണ് 0 വരിക? കോസ് π/2 വരുമ്പോൾ. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു 0 വരുമ്പോഴാണ് എന്ത് വരിക? ആ രണ്ട് വെക്ടർ ഓർത്തോഗണൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എ ഓഫ് ടി തന്നിട്ടുണ്ട്, ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. വി ഓഫ് ടി കണ്ടുപിടിക്കാം. എ ഓഫ് ടി ഞാൻ പെട്ടെന്ന് ചെയ്യാം. ഇത് ദാറ്റ് ഈസ് എ ഓഫ് ടി എന്ത് വരും? ആദ്യം വി ഓഫ് ടി എന്ത് വരും? വി ഓഫ് ടി ഈക്വൽ ടു -3 sin ti പ്ലസ് 3 cos tj പ്ലസ് 2tk എന്ന് എഴുതാം. ഇനി എ ഓഫ് ടി ഇതിന്റെ ഡെറിവേറ്റീവ് -3 cos ti പ്ലസ് -3 sin tj പ്ലസ് 2k എന്ന് എഴുതാം. ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് വി ഡോട്ട് എ ദാറ്റ്സ് ഈക്വൽ ടു ഇത് രണ്ടും ഇൻറ്റു ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് 9 sin t cos t. നിങ്ങൾ അറിയാതെ ഐ ജെക്ക് എഴുതും. ഐ ജെക്ക് എഴുതരുത്. എ ഡോട്ട് ബി എപ്പോഴും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് അഗൈൻ അടുത്തത് -3 sin t cos t തന്നെ വരും. ലാസ്റ്റ് ടേം 2t into 4 ദാറ്റ്സ് ഈക്വൽ ടു 4t. 2t into 2 ദാറ്റ് ഈസ് 40 എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് എന്താണ് എപ്പോഴാണ് ഓർത്തോഗണൽ വരിക? ഓർത്തോഗണൽ വരിക എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് വി ഡോട്ട് എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇതിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ടി ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വി ഡോട്ട് എന്തായി? 4t ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് t ഈക്വൽ ടു 0. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ ഒന്ന് കമ്പയർ ചെയ്യണേ. ടെക്സ്റ്റ് ബുക്ക് ഞാൻ നോക്കിയിട്ടില്ല. ആൻസർ ഇതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ഭാഗത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ പാർട്ടിക്കിൾ, ഞാൻ വീണ്ടും ഇതിന് ട്രിപ്പിൾ സ്റ്റാർ കൊടുക്കാൻ പോവാം. സാധാരണ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദാറ്റ് ഈസ് ഇഫ് എ പാർട്ടിക്കിൾ moves with its velocity with a particle moves with constant speed show that its velocity
its velocity vector is perpendicular to acceleration vector. അഥവാ ഒരു പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് സ്പീഡിൽ പോവുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഒരു പാർട്ടിക്കിൾ ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ, കോൺസ്റ്റന്റ് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി, നോം ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0. സോറി, സി കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് നോം ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സി ആണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് വെലോസിറ്റി ഡോട്ട് നെക്സ്റ്റ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0. ഇത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞത് ഒരു വെക്ടറിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ, അഥവാ ഇതാണ് സ്പീഡ് അല്ലെ, ആർ ഡാഷ് ഓഫ് ടി, ദാറ്റ് ഈസ് ഇതാണ് സ്പീഡ്. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി വെക്ടറും അതുപോലെ തന്നെ ആക്സിലറേഷൻ വെക്ടർ, ഇതാണ് വെലോസിറ്റി വെക്ടർ, ഇതാണ് ആക്സിലറേറ്റർ വെക്ടർ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്ത് എപ്പോഴാണ് പെർപെൻഡിക്കുലർ ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് 0 വരുമ്പോൾ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എക്സാമിന് വീണ്ടും ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പറ്റണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദീന, നിഷാന, sir, clear. ഓക്കെ. പ്രൂഫ് ഞാൻ എഴുതാം, അതുകൂടി എഴുതിയിട്ട് നമുക്ക് നിർത്താം. ടൈം ഇത്തിരി കഴിഞ്ഞ് എന്നിരുന്നാലും എന്ത് ചെയ്യാം, ഈ പ്രൂഫും കൂടി എഴുതിയിട്ട് നിർത്താം. ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് വി ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് സ്പീഡ് തന്നിട്ടുണ്ട്. ദെർഫോർ നോം വി ഓഫ് ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതി വെക്കാം അല്ലെ. ഇതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ, ഒരു കോൺസ്റ്റന്റ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ, എ കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്തു, ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും സ്ക്വയർ ചെയ്യും, അപ്പൊ അതും എന്താണ്? എ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. വി ഓഫ് ടി ഞാൻ ജനറൽ ഇത് എഴുതുമ്പോൾ വി ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി എന്ന് എഴുതി. കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ എന്താണ്? വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി, വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി ഈക്വൽ ടു ഇതിന്റെ വീണ്ടും അതുകൊണ്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പൊ എന്ത് വരും? എക്സ് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി സ്ക്വയർ പ്ലസ് സെഡ് ഓഫ് ടി സ്ക്വയർ അല്ലെ. ഇതാണ് വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഓഫ് ടി ഡോട്ട് ഇതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി അല്ലെ. ഇതിന്റെ സ്ക്വയർ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി ഇതാ. ഇനി നോം വി ഓഫ് ടി എന്താ? ഒന്നും കൂടി എഴുതാം. നോം വി ഓഫ് ടി എന്താ? ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി സ്ക്വയർ പ്ലസ് സെഡ് ഓഫ് ടി സ്ക്വയർ. Therefore ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഇവിടുന്ന് പോകും അല്ലെ. Therefore ഇവിടെ സ്ക്വയർ നോം വി ഓഫ് ടി പറഞ്ഞു എന്താ? അതിന്റെ സ്ക്വയർ പറഞ്ഞു എന്താ? അതും എക്സ് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി സ്ക്വയർ പ്ലസ് സെഡ് ഓഫ് ടി സ്ക്വയർ. പക്ഷെ ഇത് നമുക്ക് തന്നിട്ടുണ്ട്, ഇത് കോൺസ്റ്റന്റ് അല്ലെ. Therefore ഇത് കോൺസ്റ്റന്റ് അല്ലെ. Therefore ഇതെന്താണ്? കോൺസ്റ്റന്റ്. Therefore നമുക്ക് ഇങ്ങനെ എഴുതാം വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി, വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി കോൺസ്റ്റന്റ്. സി ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ്. ഇനി ഡോട്ട് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരും. ഇതെന്ത് വരും? ദാറ്റ് ഈസ് വി ഓഫ് ടി ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എ ഓഫ് ടി പ്ലസ് നെക്സ്റ്റ് എ ഇവിടെ എന്ത് വരും? ഇതിന്റെ ഡെറിവേറ്റീവ് അതെന്താണ്? എ ഓഫ് ടി ഇതിന്റെ അതേപോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് വി ഓഫ് ടി അല്ലെ ഈക്വൽ ടു 0. That is രണ്ട് നമുക്ക് a dot b equal to b dot a ആണ്. Therefore നമുക്ക് എന്ത് എഴുതാം? v of t dot a of t plus again v of t dot a of t equal to 0 എന്ന് എഴുതാം. That is 2 times v of t dot a of t equal to 0 അല്ലേ. That implies v of t dot that implies v of t dot a of t equal to 0. നമ്മൾ ചെയ്ത് തന്നെയാണ്, എന്നിരുന്നാലും ഒന്നും കൂടി ചെയ്ത് തന്നേ എന്നുള്ളൂ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, sir, clear. ഓക്കെ, കൃത്യമായി പഠിക്കാം. എനിക്ക് ഒരു ക്ലാസ്സും പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയേണ്ടി വരും ഈ ചാപ്റ്റർ തീരാൻ. കാരണം ലാസ്റ്റ് എനിക്ക് 2 ക്ലാസ് എന്തായാലും വേണ്ടി വരും. ഓക്കെ, 2 ക്ലാസ് വേണ്ടി വരും. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. 2 ക്ലാസ് കൊണ്ട് ഒരു പക്ഷേ തീരും.
ഓക്കെ, അപ്പോൾ വൃത്തിയായി പഠിക്കുക. ഡൗട്ട് ഉള്ളത് അന്ന് തന്നെ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.